കൂട്ടമായി വസന്തരോഗമോ മറ്റോ പിടിച്ച് ആന്ത്രാക്സ് രോഗം പിടിച്ച് ചത്തുപോകുന്നത് പോലെ എന്റെ നാട്ടുകാരങ്ങനെ മരിച്ചു പോകുന്ന ഒരു കാലം വരുമെന്ന് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. പലസ്തീനിന്റെ പരിസരത്ത് ക്രൈസ്തവ സേനകളും മുസ്ലിം സേനകളും തമ്മിൽ ഏറ്റുമുട്ടുന്ന കാലം വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. അതിനിടയിൽ മുസ്ലിമീങ്ങളും ക്രൈസ്തവ സേനകളും തമ്മിൽ സന്ധി ഉണ്ടാകുന്ന ഒരു കാലം വരുമെന്ന് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്തിന്റെ നിക്ഷേപങ്ങൾ അറബിപ്പൊന്നായി മാറുന്ന ഒരു കാലം വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രവാചകൻ, പ്രൊഫസി, പ്രവചനം 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 അത്രയും വ്യക്തമായി വായിക്കാൻ കഴിയുന്നു, വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്നതിൽ ഞാൻ 25 എണ്ണമേ പറഞ്ഞുള്ളൂ. 250 എണ്ണം പറയാൻ എനിക്കറിയാം. മഹാന്മാരായ ഉസ്താദുമാർ ആയിരക്കണക്കിന് എണ്ണിയെടുക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രവചനം നടത്തിയിട്ടുണ്ട്. വരും കാലങ്ങളെ ബോധ്യമുണ്ട്. അതറിയാത്തൊരു നേതാവല്ല, വിവരമില്ലാത്തൊരു നേതാവല്ല, ബോധമില്ലാത്തൊരു നേതാവല്ല. അവിടുന്ന് എല്ലാം അറിയുന്നവരാണ്, എല്ലാം നയിക്കുവാൻ കൽപ്പുള്ളവരാണ്. ഖിയാമത്ത് നാളിന്റെ തൊട്ടുതലേ ദിവസം വരാനുള്ള അന്നത്തെ നോബൽ സമ്മാന ജേതാവിനെ, ആ നേതാവിനെയും ബുദ്ധിവൈഭവം കൊണ്ട് നേരിടാനുള്ള നേതാവാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. കൃത്യം എല്ലാം പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ ഭൗതിക ലോകത്തെ കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമായി കണ്ടുവെങ്കിൽ ഇനി നാം ബുദ്ധിപൂർവം ചിന്തിക്കണം. അവിടുന്നാണ് പറഞ്ഞത് ഖബറുണ്ട് കേട്ടോ, മഹ്ശർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ, പാതാളത്തിന്റെ പടുകുഴിയുണ്ട് കേട്ടോ, ജഹന്നമാകുന്ന കത്തിയാളുന്ന നരകത്തിന് മുകളിൽ മുടിനാഴായി കീറിയിട്ട് അതുകൊണ്ട് പാലം കെട്ടിയിട്ട് വല്ലാത്തൊരു പാലമുണ്ട് കേട്ടോ. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ വകാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ്യാ. ആ പാലത്തിന് മുകളിലൂടെ സകല മനുഷ്യരെയും പടച്ചവൻ വഴി നടത്തും കേട്ടോ. തെറ്റുകുറ്റങ്ങൾ ചെയ്തവരൊക്കെ തീനാളങ്ങൾ കൊണ്ട് കൊളുത്തി വലിക്കപ്പെട്ട് താഴോട്ട് പതിക്കും കേട്ടോ. സൽക്കർമ്മങ്ങളുള്ളവര് സൽക്കർമ്മങ്ങളുടെ വെളിച്ചം കൊണ്ടും പടച്ചവന്റെ പൊരുത്തം കൊണ്ടും അപ്പാലം മറികടന്ന് അക്കരെ പോകും കേട്ടോ. അവരെ സ്വർഗീയ സോപാനങ്ങൾ കാത്തു നിൽക്കുകയാണ്. പിന്നെ അവിടെ മരണമില്ല, പിന്നെ അവിടെ ജീവിതം തന്നെയാണ്. കാലാകാലവും വസിക്കുന്ന ശാശ്വത സ്വർഗവും ആ ഭാഗ്യമില്ലാതെ പോയവർ കാലാകാലവും താമസിക്കുന്ന ജഹന്നമിന്റെ പടുകുഴിയും നരകക്കുണ്ടാരവും ഇതെല്ലാം പ്രവചനത്തിലുള്ളതാണ് കേട്ടോ. വർത്തമാന ലോകത്തെ കുറിച്ച്, ഭൗതിക ലോകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചുവെങ്കിൽ 100% പൂർണ്ണമായും ശരിയായി നമുക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ ബാക്കി കൂടി പറഞ്ഞിട്ടുണ്ട്. ഖബറെന്നൊരു യാഥാർത്ഥ്യമുണ്ട്, മഹ്ശർ എന്നൊരു ലോകമുണ്ട്, റബ്ബിന്റെ വിചാരണയുണ്ട്. മുത്ത് റസൂലുള്ളാഹി ത്വഹ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്തുണ്ട്. ആ ശഫാഅത്ത് കിട്ടുന്നവർ വിജയിക്കുന്നുണ്ട്, അല്ലാത്തവർ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. വിജയിച്ചവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗം കണക്കാക്കി വച്ചിട്ടുണ്ട്. അതേ, ആ വഴി പോകാൻ നേരം കിട്ടാത്തവർക്ക് നരകം പടച്ചവൻ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രവചനങ്ങളിൽ ഉള്ളതാണ്.